പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് നമ്മൾ അവതരിപ്പിക്കാം സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ ഒരു സെന്റൻസ് നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ്. അതിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, നമ്മൾ ഇതിൽ വെർബ് ആയിട്ട് വരുന്ന വാക്കിന്റെ കൂടെ ing എന്ന വാക്ക് കൊടുത്തിരിക്കണം. അതായത് റീഡ് എന്നാണ് നമ്മുടെ വെർബ്. നമ്മളിപ്പം ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു, അതിൽ റീഡ് എന്നാണ് വെർബ് എങ്കിൽ അത് നമ്മൾ റീഡിങ് എന്നാക്കി മാറ്റണം. വാക്ക് എന്നാണ് വെർബെങ്കിൽ വാക്കിംഗ് എന്നാക്കി മാറ്റണം. സ്പീക്ക് എന്നാണ് വെർബെങ്കിൽ സ്പീക്കിംഗ് എന്നാക്കി മാറ്റണം. ഈറ്റ് എന്നാണ് വെർബെങ്കിൽ ഈറ്റിംഗ് എന്നാക്കി മാറ്റണം. അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ing ചേർത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതാൻ ഉദ്ദേശിക്കുന്ന സെന്റൻസിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം വെർബിന്റെ കൂടെ ing ചേർത്ത് എഴുതണം എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സബ്ജക്റ്റിനനുസരിച്ച് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചെറിയ ഒരു മാറ്റം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇതിൽ പറയപ്പെടുന്ന സബ്ജക്റ്റ് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് എങ്കിൽ ആ സബ്ജക്റ്റിന്റെ കൂടെ ആം എന്ന് പറയുന്ന ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർത്ത് കൊടുക്കണം. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി ഐ ആണല്ലോ സബ്ജക്റ്റ്, അതിന്റെ കൂടെ ആം എന്ന് ചേർത്ത് കൊടുക്കണം. ഐ ആം എന്നായി മാറും. പിന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടി റൈറ്റിംഗ് എന്ന് എഴുതി കൊടുത്താൽ എന്തായി? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വരും. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് സിംഗുലാർ ആണ് എങ്കിൽ അതിന്റെ കൂടെ ഈസ് എന്ന് ചേർത്ത് കൊടുക്കണം. സിംഗുലാർ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹി അവൻ ചെയ്യുന്നു, ഷീ അവൾ ചെയ്യുന്നു എന്നിവയായാൽ മതി. അപ്പം അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി ഹി ഈസ് റൈറ്റിംഗ് എന്നാണ് എഴുതേണ്ടത്. അതായത് ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ ഈസ് എന്ന് കൂടെ കൂട്ടിച്ചേർത്ത് കൊടുക്കണം. ഇനി ഷീ അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണെങ്കിലോ ഷീ ഈസ് റൈറ്റിംഗ് എന്ന് പറയേണ്ടി വരും. ഇനി ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലോ രാമു ഈസ് റൈറ്റിംഗ് അങ്ങനെ എഴുതി പറയേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് പ്ലൂരൽ ആണ് എങ്കിൽ ആ സബ്ജക്റ്റിന്റെ കൂടെ ആർ എന്ന് ചേർത്ത് കൊടുക്കണം. ഉദാഹരണത്തിന് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി വി ആർ റൈറ്റിംഗ് എന്നാണ് പറയേണ്ടത്. വി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ ആർ എന്നുള്ള വാക്ക് ചേർത്ത് കൊടുക്കണം. വി ആർ റൈറ്റിംഗ്. അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടി ദേ ആർ റൈറ്റിംഗ് എന്ന് എഴുതി കൊടുക്കണം. യു എന്ന് പറയുന്ന സബ്ജക്ട് വരുന്നതെങ്കിൽ അതിന്റെ കൂടെയും ആർ ചേർത്ത് കൊടുക്കണം. യു ആർ റൈറ്റിംഗ് എന്നാണ് പറയേണ്ടത്. ഇത്രയും കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ ഉള്ളത്.